ഒരുപാട് കലാകാരന്മാരെ ഉയർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആരുയർത്തി? അല്ല സ്ഥലത്ത് ഞാൻ ആരും ഉയർത്തിയിട്ടൊന്നുമില്ല. ചുമ്മാ ആളുകൾ പറയണേന്ന്. ഞാൻ സ്റ്റേജ് ഷോ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ആർട്ടിസ്റ്റുകളെ വേണം. അപ്പോൾ കൊള്ളാവുന്ന ആർട്ടിസ്റ്റുകളെ ഞാൻ വിളിച്ചുകൊണ്ടിരും. പിന്നെ എനിക്ക് ഒരു പരിപാടിക്ക് പോകുമ്പോൾ, ചെറിയ ബഡ്ജറ്റിൽ പോകുമ്പോൾ എനിക്ക് കോട്ടയം നസീറിനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല. രമേഷ് പിഷാരടിയെ വിളിക്കാൻ പറ്റുമോ? അവരെ വിളിച്ചാൽ കുറച്ച് പൈസ കൂടുതൽ. അപ്പോൾ പുതിയ ആളുകളെ വിളിക്കും. അപ്പോൾ മനോജ് ഗിന്നസിനെ വിളിക്കുന്നു. മനോജ് ഗിന്നസ് അല്ല, മനോജിനെ വിളിക്കുന്നു, ഉണ്ണിയെ വിളിക്കുന്നു, അല്ലെങ്കിൽ മുരളിയെ വിളിക്കുന്നു. ഇതിൽ കഴിവുള്ളവരൊക്കെ രക്ഷപ്പെട്ടങ്ങ് പോകും. കഴിവില്ലാത്തവർ രക്ഷപ്പെടുന്നില്ല. അപ്പോൾ പറയും ഞാനാ പൊക്കിയെന്ന് പറയും. ആ പറഞ്ഞതിലൊരു ഒരു സത്യം എനിക്ക് പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ ഒരു സത്യമാണ്. കാരണം ഞാനും ഉണ്ണിയെല്ലാം കൊച്ചിൻ സെഞ്ചുറി എന്ന് പറയുന്ന ട്രൂപ്പിൽ പ്രോഗ്രാം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസാദേട്ടൻ അന്ന് വീഡിയോ CD-കൾ ഷൂട്ട് ചെയ്യാൻ വരും. അങ്ങനെയാണ് പ്രസാദേട്ടൻ എന്നെയും ഉണ്ണിനെയും എല്ലാം കൊച്ചിൻ ഗിന്നസിലേക്ക്, സ്വന്തം ട്രൂപ്പിലേക്ക്. അങ്ങനെ നിങ്ങളെ അവിടെ നിന്ന് ഞാൻ പൊക്കി അങ്ങനെ പൊക്കി. പക്ഷേ ഗിന്നസിൽ വന്ന ശേഷം ആദ്യം ഹരിഹരനാണ്, ഹരിഹരൻ ഗിന്നസ് എന്ന് പേരിട്ടത്. ഹരിഹരൻ നമ്മുടെ പെരുമ്പാവൂരുള്ള ഹരിഹരൻ. പിന്നീട് മനോജ് ഉൾപ്പെടെ, മുരളി ഉൾപ്പെടെ, സുബീഷ് ഉൾപ്പെടെ, അങ്ങനെ എല്ലാവരും പേരിൻ്റെ കൂടെ ഗിന്നസ് ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഗിന്നസ് ട്രൂപ്പ് ഇപ്പം എൻ്റെ അല്ല, ഞങ്ങളെല്ലാം ഗിന്നസ് ആക്കി. മനോജിൻ്റെ അല്ലേ ഗിന്നസ് ടീം. ഞാൻ ഇന്നാൾ ഇവിടെ കളക്ടറേറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പം കളക്ടർ പേര് പറയാനുള്ള ഞങ്ങൾ ഗിന്നസിൻ്റെ പരിപാടിയാണ്. അപ്പം ഞാൻ ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാണ് നിങ്ങളുടെ അല്ല, ഞങ്ങൾ ഗിന്നസിൻ്റെ പരിപാടി എടുക്കുന്നത്. മനോജിൻ്റെ, മനോജിൻ്റെ അല്ല, എൻ്റെയാണ് ഗിന്നസ്. നിങ്ങളാണോ ഗിന്നസ്? അപ്പോൾ നിങ്ങൾ കലാഭവനല്ലേ? ഞാൻ അതെ, കലാഭവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃസ്ഥാപനം, ഞാൻ എൻ്റെ സെക്രട്ടറിയാണ്. അതെ, എൻ്റെ ട്രൂപ്പാണ് ഈ ഗിന്നസ് എന്ന് പറഞ്ഞു. ഓ, ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗിന്നസ് കൊണ്ട് മനോജ് പോയി, ഞാൻ പോയി. അതുപോലെ തന്നെ ഞാൻ ഗിന്നസ് ആണെങ്കിലും ഞാൻ തുടങ്ങിയ ട്രൂപ്പ് കൊച്ചിൻ നവോദയ. അതെ, ഈ നവോദയ കൊണ്ടുപോയത് സാജു നവോദയ, ഭാഷാണ് സാധാരണ. ഞാൻ ഗിന്നസ് കൊണ്ടുവന്നു, ഞാൻ കൊച്ചിൻ നവോദയ തുടങ്ങി. എൻ്റെ നവോദയ കൊണ്ട് സാജു നവോദയ പോയി. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നുണ്ട്. പ്രസാട്ടാ, 2000-ൽ താരങ്ങളില്ലാത്ത താരനിശ എന്നൊരു പ്രോഗ്രാമുമായി ഞങ്ങളെപ്പോലെ കുറെ കലാകാരന്മാർ അണിയിച്ചൊരുക്കി പ്രസാദേട്ടൻ ഗൾഫ് നാടുകളിൽ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ, ശരിയല്ലേ? അതിൽ മറ്റ് പ്രോഗ്രാംസ് സാധാരണ നമ്മളൊരു 2-3 സ്റ്റേജ് കഴിയുമ്പോഴാണ് ഐറ്റം സെറ്റാവുന്നത്. ഇത് ഫസ്റ്റത്തെ പ്രോഗ്രാം തന്നെ 7 ഐറ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 7ഉം ഹിറ്റായിരുന്നു. അത് മാത്രമല്ല, ആർട്ടിസ്റ്റുകൾ എല്ലാവരും പാട്ടും പാടും, ഡാൻസും ചെയ്യും. അവശതയായി പോകും പ്രോഗ്രാം കഴിയുമ്പോൾ. ആ ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഞങ്ങളെപ്പോലുള്ള കുറേ പേരെങ്ങനെ സെറ്റ് ചെയ്ത്. അത് നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു. നിങ്ങളെല്ലാവരും നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് എന്നെക്കാളും കഴിവുള്ളവരെ. അപ്പോൾ ആ കഴിവുള്ളവരെ നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പേര് നമുക്ക് കിട്ടുകയും ചെയ്യും. സൂത്രപ്പണി അത്. അല്ല, അതിന്റെ പിന്നിലൊരു വലിയൊരു എഫേർട്ട് ഉണ്ട്. വലിയ എഫേർട്ട് ഉണ്ട്. എന്തെങ്കിലും കാണിച്ചാൽ പോലെ റിഹേഴ്സൽ ചെയ്ത് നമ്മൾ പെർഫെക്റ്റ്. ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾക്ക് ഒരു റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ അവരെന്തോ കൊല്ലാൻ പിടിക്കണ പോലെയാണ്. ഒന്ന് വണ്ടിയിലിരുന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞാൽ പോലും ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര മടി. മറ്റത് അങ്ങനെയല്ലല്ലോ. നമ്മൾ അവിടെ ചെന്ന് ആദ്യത്തെ സ്റ്റേജുകളിലൊക്കെ ആളുകൾ കുറവാണ്. 2 സ്റ്റേജങ്ങ് കഴിഞ്ഞ് ആളുകളങ്ങ് ഫില്ലാകാൻ തുടങ്ങിയിട്ട് പിന്നെ ഒരു 16, നമ്മൾ 12 ഷോ എന്ന് പറഞ്ഞ് പോയി 16-17 ഷോ ചെയ്തു. ഞാൻ മറക്കാത്ത ഷോ കുവൈറ്റ് ഇന്ത്യൻ ആർട്ട് സർക്കിളിൽ നമ്മുടെ കാലിൻ്റെ അടുത്ത് ഒരു ആളുകൾ സ്റ്റേജിൽ നിൽക്കുന്നു. ഇവിടെ അത് 3 ഷോ. ഈ ഓഡിയൻസിൻ്റെ കൈയെല്ലാം സ്റ്റേജിൻ്റെ മുകളിലോട്ടാണ്. കാരണം ഈ ഓഡിയൻസും ഈ സ്റ്റേജുമായിട്ടുള്ള ഗ്യാപ്പ് മുഴുവൻ ഓഡിയൻസ് 2 സൈഡിൽ. അത് മാത്രമല്ല, മറ്റൊരു വലിയ എന്താണ് പോസ്റ്റ് കൊണ്ടുവന്നിട്ട് ഈ വാതിലിൽ ഇടിച്ചിട്ട് തുറന്നു. വാതിലിടിച്ച് തുറക്കുകയും ഈ 2 വാതിലിൻ്റെയും വീജാഗിരികളില്ലേ, 8 വീജാഗിരി, ഈ വീജാഗിരി ഉൾപ്പെടെ പൊളിച്ച് അകത്തോട്ട് ആളുകൾ കയറുന്ന ഒരു സീൻ. അതൊന്ന് ഷൂട്ട് ചെയ്തിരുന്നെങ്കിലേ ലൈഫിലൊരു ജയവിജയന്മാരിലെ ജയൻ സാർ ഉണ്ടായിരുന്നു. ജയൻ സാർ ആദ്യത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുള്ളിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാനുള്ള ഓഡിയൻസ് സാർ. അതിൻ്റെ പുള്ളി 2ാമത്തെ ഷോ കൂടെ വന്നിരുന്ന് കണ്ടു. പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോഴും പുള്ളി എന്നെ കാണുമ്പോഴേക്കും നല്ല ഓർമ്മയാണ്. ഏത് പ്രവാസിയുടെ അടുത്ത് വരും, നാട്ടിലാണെങ്കിലും നമ്മുടെ അന്നത്തെ വീഡിയോ CD-കളെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. വീഡിയോ കാസറ്റ്, അത് അതിനകത്തെ ഹൈലൈറ്റ് ഓട്ടംതുള്ളൽ കളിച്ചു. മാത്രമല്ല ഇപ്പൊ ഗൾഫിൽ നിന്ന് വരുന്നവർ പറയും, വാപ്പിച്ചി അല്ലെങ്കിൽ അച്ഛൻ വന്നപ്പോൾ ഈ വീഡിയോ കാസറ്റ് കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല സിനിമയുടെ ലൊക്കേഷനിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ അസിസ്റ്റന്റോ അസോസിയേറ്റോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ചേട്ടാ നിങ്ങളുടെ ഈസ്റ്റേൺ കോമഡി ഷോ കണ്ടാണ് ഞങ്ങൾ ഓട്ടംതുള്ളൽ കണ്ടാന്ന് പറഞ്ഞു. അത് വലിയൊരു അനുഭവമായിരുന്നു. ഭയങ്കര വെറൈറ്റി ആയിരുന്നു ഓട്ടംതുള്ളൽ. അത് മാത്രമല്ല, അന്ന് നമ്മൾ ചുമ്മാ മിമിക്രിക്കാർ എന്ന് പറയുന്ന പോലെ അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ കലാമണ്ഡലം പ്രഭാകരൻ മാസ്റ്ററാണ് ഓട്ടംതുള്ളൽ ഇവിടുത്തെ കേരളത്തിലെ നമ്പർ 1.
അദ്ദേഹത്തെ ചെന്ന് കണ്ടു, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നു. മനോജൻ്റെ റൂമിൽ വന്ന് അദ്ദേഹമാണ് എൻ്റെ സ്റ്റെപ്സ് പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല എൻ്റെ കിരീടം അദ്ദേഹം പൂജിച്ച് അദ്ദേഹത്തിനെ നമ്മൾ കാലിൽ തൊട്ട് വന്നിച്ച് ദക്ഷിണ കൊടുത്തിട്ടാണ് നമ്മളത് എടുത്തത്. അപ്പം അതിനൊരു ഗുരുത്വമുണ്ട് തീർച്ചയായിട്ടും. അപ്പം അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ട്. അത് മാത്രമല്ല പ്രഭാരം മാഷും ഞാനും കൂടെ ഇവിടെ പോയി അമ്പലപ്പുഴ ഇല്ലേ, അമ്പലപ്പുഴയിലാണല്ലോ നമ്മൾ കുഞ്ചൻ നമ്പ്യാർ ഓട്ടംതുള്ളൽ നിർത്തുകയും ചെയ്തത്. അപ്പം അന്ന് കൊട്ടിയ മിഴാവൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്നെ അതിനുശേഷം ഇവിടെ കലാമണ്ഡലത്തിലൊക്കെ കൊണ്ടുപോയി, എല്ലായിടത്തും കൊണ്ടുപോയിട്ട് പറയണതെന്ന് പറയുമ്പോൾ നമ്മളുടെ തുള്ളലിനെ വീണ്ടും ജനകീയമാക്കിയ വ്യക്തിയാണിത് എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തുക പുള്ളി. മനസ്സിലായില്ലേ? ഭയങ്കര മാഷ് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് അത്ഭുതമായി. കാരണം ഞാൻ ഒട്ടംതുള്ളലൊന്നും പഠിച്ചിട്ടില്ലല്ലോ. പഠിച്ച ഗുരുക്കന്മാരുടെ മുമ്പിലേക്ക് നമുക്കൊരു പിന്നെ മേക്കപ്പിന് അത് ഇവിടെ ഷൂട്ട് ചെയ്താണല്ലോ, കുറച്ച് ഇവിടെ ഷൂട്ട് ചെയ്തു. അപ്പോൾ പലരും ചോദിക്കും കറക്റ്റ് മേക്കപ്പ്. ഞാൻ പറഞ്ഞു സാക്ഷാൽ കലാമണ്ഡലം പ്രഭാരൻ മാസ്റ്ററാണ്. അത് മനോജ് ഭാഗ്യവാനാണ്, അങ്ങനെ അദ്ദേഹം മേക്കപ്പ് ചെയ്ത. പിന്നെ തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പഠിക്കാത്ത നമ്മൾ എന്തൊക്കെയോന്നല്ലെങ്കിൽ അതിന്റെ ചെറിയൊരു ഈണം വെച്ചിട്ട് കളിച്ചു എന്നുള്ളത് അതൊന്നും അല്ല ശരിക്കും ഓട്ടംതുള്ളല്. എനിക്ക് പോലും അതിലൊരു ഹ്യൂമർ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള പോരായ്മകളൊക്കെ അതിനകത്ത് മറികടന്നു. അതാണ് അതിനകത്തുള്ള ഹ്യൂമർ ഇല്ല എങ്കിൽ ഇത്രയും പെർഫെക്ഷൻ വരില്ല, ഇത്രയും ക്വാളിറ്റി ഫീൽ ചെയ്യില്ല. അത് ഒരു സറ്റയറാണ് നമ്മൾ അവതരിപ്പിച്ചത്. ഇവിടെ നിന്ന് കുറേ സംഘങ്ങൾ, സിനിമാ സംഘങ്ങൾ ഗൾഫിൽ പോവുകയും അവിടെ ചെന്നിട്ട് ഗിഫ്റ്റ് വാങ്ങാനും നടിയുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള പ്രവാസികളുടേതായ ചെറിയ തമാശകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി. അത് മാത്രമല്ല എൻ്റെ ഡാൻസും പാട്ടുകാരും ഒരുപാട് പേര് അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു. ആ ഒരു ബാനർ ഇപ്പോഴും കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. എപ്പോഴും ആയാലും നമ്മൾ ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ അടുത്തും എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ അന്നത്തെ പോലെ അതേ ടീം മനോജിനെയും ഉണ്ണീനെയും ടിനി ടോമിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളിൽ നിന്ന് സുബിയാണ് പിന്നെ വിട്ടുപോയത്, ബാക്കി എല്ലാവരും കൊണ്ട് വീണ്ടും ഒരു ഷോ അതുപോലെ നടത്താൻ പറ്റുമോ? അതുപോലെ ഇനി ആവില്ല. കാരണം ഈ കൊറോണ വന്ന ശേഷം ആളുകൾ യൂട്യൂബിൽ ഈ കോമഡി കണ്ട് ഇപ്പോൾ പണ്ട് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ചിരിയുടെ പകുതി ഇപ്പോൾ ഓഡിയൻസ് ചിരിക്കണുള്ളൂ. ആ ചിരിയുടെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി. ചിരി കിട്ടാവുന്ന സാഹചര്യങ്ങൾ ഒരുപാടായി. ട്രോളുകളായിട്ടും തഗ്ഗുകളായിട്ടും കോമഡികളായിട്ടും എല്ലാവരും ചെറിയ ചെറിയ കോമഡികൾ ഇട്ടുകൊണ്ടിരിക്കുക. അന്ന് അതൊന്നും ഇല്ല. അപ്പോൾ അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം അതിനെയൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ പ്രോഗ്രാം നടത്തിയാലേ ഇപ്പം രക്ഷപ്പെട്ടിങ്ങോട്ട് വരാൻ പറ്റുള്ളൂ.